എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മുരിങ്ങാപ്പൂവും മുട്ടയും കൊണ്ടൊരു ഉപ്പേരിയും കപ്ലങ്ങ കാമ്പ് കൊണ്ടൊരു ഓലനും. മുരിങ്ങാപ്പൂവ് നമ്മുടെ മുരിങ്ങ പൂത്തിട്ടുണ്ട് നല്ലതുപോലെ. അതിൽ നിന്ന് പറിച്ചെടുത്ത പൂവാണിത്. അത് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഈ മഞ്ഞൾപ്പൊടി ഇവിടെ തന്നെ ഉണ്ടായ മഞ്ഞൾ, നമ്മളെ പറമ്പിലുണ്ടായ മഞ്ഞൾ ഉണക്കി പൊടിച്ചെടുത്തതാണ്. നല്ല കളറും നല്ല മണവുമാണ് ഈ മഞ്ഞൾപ്പൊടിക്ക്. മായം ചേർക്കാത്ത ഒറിജിനൽ മഞ്ഞൾപ്പൊടിയാണിത്. നല്ല സ്മെല്ലാണ് ഈ മഞ്ഞൾപ്പൊടി. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് കാന്താരി ചതച്ചതും 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള കൂടെ മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം സവാളയും മുറിച്ച് ചേർത്ത് ഇതിനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇനി കുക്കറിലേക്ക് ഒരു കപ്ലങ്ങ, ഒരു കഷ്ണം കാമ്പും ഇതുപോലെ മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കപ്ലങ്ങക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കാന്താരി ചതച്ചതും ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് 2-3 വിസിൽ വരുമ്പം ഓഫ് ചെയ്താൽ നല്ലപോലെ കപ്ലങ്ങ വെന്ത് കിട്ടും. ഇനി ഉപ്പേരി ഒന്ന് തുറന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നടുവിലായി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് 2 മുട്ട പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു സെക്കൻഡ് ഇതുപോലെ വെച്ച ശേഷം പിന്നെ ഇളക്കി കൊടുത്ത് ഇതിലേക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് ഇതുപോലെ ഇളക്കി വളർത്തിയെടുക്കണം. ഇത് കുറച്ച് വളർന്ന് വരാൻ കുറച്ച് സമയമെടുക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി വളർത്തിയെടുക്കണം. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഉപ്പേരിയാണിത്. ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങയിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്താൽ നമ്മുടെ മുരിങ്ങാപ്പൂവ് മുട്ട ഉപ്പേരി റെഡിയായി. ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള നല്ല രുചിയുള്ള ഒരു ഉപ്പേരിയാണിത്. ഇനി ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും വറ്റൽമുളകും കറിവേപ്പിലയും 3-4 വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ലെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇത്രയേ ഉള്ളൂ. നല്ല രുചിയുള്ള നമ്മുടെ കപ്ലങ്ങ കാമ്പ് ഓലൻ റെഡിയായി. എന്താ ഒരു ടേസ്റ്റ് അറിയോ? കാന്താരിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് താളിച്ചൊഴിച്ചുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ട്. കറി നല്ല ടേസ്റ്റുള്ള കറി. മുരിങ്ങ മുട്ട തോരനും കപ്ലങ്ങ കാമ്പ് ഓലനും നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.